ഹലോ എവ്രി വൺ. ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ ആയിട്ടുള്ള മുട്ട ബജി എങ്ങനെ ഉണ്ടാക്കുന്നത്. സിമ്പിൾ റെസിപ്പി, എല്ലാവർക്കും അധികം ആൾക്കും ഇതറിയാം. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ഫേവറേറ്റ് റെസിപ്പിയാണ്. ഏകദേശം എല്ലാ ദിവസവും തന്നെ, എല്ലാ ദിവസവും അല്ല, ഇടയ്ക്കിടയ്ക്കെങ്കിലും ആക്കും ഞങ്ങൾ വീട്ടിൽ തന്നെ. ഇതിപ്പം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ സൈസ്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും, ഉപ്പും, പിന്നെ ഗരം മസാലപ്പൊടി, ചുവന്ന റെഡ് ചില്ലി ഫ്ലേക്സ്, കുറച്ച് മഞ്ഞപ്പൊടിയും എല്ലാം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ചേർത്തിട്ട് പൊടി എന്ന് പറയുന്നത്, പിന്നെ ഞാനിവിടെ 1 കപ്പ് പൊടിക്ക് 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങളെ പൊടിയും നിങ്ങളുടെ ഉള്ളിൻ്റെ സൈസൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ബാറ്റർ പോലെ ആക്കുന്നത്. നല്ല കുഴച്ചിട്ടുള്ള ഒരു ബാറ്റർ. ഇതിന് വേണ്ടിയിട്ട് ഒരു എരിവ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് ചില്ലി പൊടിയും ഇടുന്നുണ്ട്. ആദ്യം ഇട്ടത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ ജീരകപ്പൊടി എല്ലാം ഇടുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പൊടികളുണ്ട് അതുപോലെ കൂട്ടിയാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മല്ലിച്ചപ്പ് ഇട്ടിട്ട് കുറച്ചും കൂടി പൊടിയിട്ട്, ഞാൻ ആദ്യം ഇട്ട 1 കപ്പ് പൊടി കുറച്ചൊന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടില്ല. കുറച്ച് ചെറിയ ഒരു ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇത് കാണുന്നില്ലേ, എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രയും നല്ലൊരു സെമി ബാറ്ററായിട്ട് കിട്ടും. ബാറ്റർ നല്ല കട്ടി ബാറ്ററാണ്. അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. എന്നാലേ ഞങ്ങൾക്ക് ഇതൊരു നല്ല എല്ലാം കൂടിയിട്ട് യോജിച്ച് നല്ലൊരു മിക്സ് ആക്കിയിട്ട് കിട്ടും. പിന്നെ ഈ സമയത്ത് തന്നെ ഉപ്പും, നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി പച്ചമുളക് ചേർക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പിന്നെ എല്ലാം കൂടിയിട്ട് നോക്കിയിട്ട് അവിടെ സൈഡാക്കി വെക്കാം. ഇതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു 3 മുട്ട എടുത്തിട്ടുള്ളൂ. ഈ മുട്ടയെല്ലാം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ആളുണ്ടെങ്കിൽ നിങ്ങൾ മുട്ട ഒന്ന് അനുസരിച്ച് മുട്ട കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് 3 മുട്ട എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നോക്കിയാൽ ഇതേപോലെ കവർ ചെയ്തിട്ട് വേണം നെയ്ക്കോത്തിടാൻ. ഓയിൽ എന്ന് പറയുന്നത് ഞാനിപ്പോൾ സാധാരണ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ചൂടായതിന് ശേഷം ഇത് മെല്ലെ ഇട്ട് കൊടുക്കുക. ഇതെന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കാണ്ട് ശ്രദ്ധിക്കുക. ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ഇത് ഓരോന്നായിട്ട് കവർ ചെയ്തിട്ട്, ഈ ബാറ്ററും മുട്ടയും ഒന്നിച്ച് കവർ ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുട്ട ഉള്ളിലും ഈ ബാറ്റർ പുറം ഭാഗവും, അങ്ങനെയാണ് ഈ മുട്ട ബജി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ്. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഗസ്റ്റായിട്ട് വന്നെങ്കിൽ പെട്ടെന്ന് ആക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് സ്പീഡിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചില ആൾക്കാർക്ക് ഇതൊന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. പൊട്ടിത്തെറിക്കുമ്പം ശ്രദ്ധിക്കുക. കാരണം ഇത് കുറച്ചൊരു പണിയുള്ള കാര്യമാണ്, ഈ ഭാഗം മാത്രം ഫ്രൈ ചെയ്യുന്നത് ഭാഗം മാത്രം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഉള്ളെല്ലാം നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കൂടുതൽ കളറാക്കാനും നിൽക്കേണ്ട, കൂടുതലൊന്നും ഫ്രൈ ചെയ്തേണ്ട, ഓവർ ബ്രൗൺ ആകരുത്. ഇത് ഇങ്ങനെ ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ മുട്ട ബജി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് ഇത് നല്ലൊരു റെസിപ്പിയും കൂടിയാണ്. നമ്മൾ നോമ്പിന് പിന്നെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ആക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഉണ്ടാക്കുന്ന ഒരു മുട്ട ബജി റെസിപ്പിയാണ്. സോസ് കൂട്ടിയിട്ടെല്ലാം കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം, ഈ മുട്ട കഴിക്കാത്ത കുട്ടികൾക്കെല്ലാം ഇത് ഒരു സ്പൈസി ആയിട്ടുള്ളത് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, കമൻസിൽ അറിയിക്കുക.